നോക്കൂ, നമ്മൾ പുറത്തിറങ്ങാൻ സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങുമ്പോൾ പോലും കയ്യിൽ കാശ് കരുതാത്ത ഒരു തലമുറയായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും നമ്മുടെ ഫോൺ ഉണ്ടല്ലോ, ഫോണിൽ GPay ഉണ്ടല്ലോ, അല്ലെങ്കിൽ Paytm ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില മാറ്റങ്ങൾ UPI ഇടപാടുകളിൽ വരികയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നോക്കൂ, UPI ബാലൻസ് പരിശോധനയ്ക്ക് ഇനി മുതൽ ഒരു പരിധി നിലവിൽ വരികയാണ്. അതായത് നമുക്ക് ഓരോ സമയത്തും നമുക്ക് എത്ര ബാക്കിയുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എന്ന് UPI നമ്മൾ പരിശോധിക്കാറുണ്ട്. അതിനൊരു പരിധി വരാൻ പോവുകയാണ്, ഒരു ലിമിറ്റ് വരാൻ പോവുകയാണ്. ഇനി ഒരു ദിവസം 50 തവണയായിരിക്കും നമുക്ക് നമ്മുടെ ബാലൻസ്, നമ്മുടെ അക്കൗണ്ടിൽ എത്ര തുക ബാക്കിയുണ്ട് എന്നുള്ളത് പരിശോധിക്കാൻ കഴിയുക. ഒരു ദിവസം പെർ ഡേ 50 തവണയായിരിക്കും. ഇടപാടുകൾ പരിശോധിക്കാനും അതുപോലെ തന്നെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഇടപാടുകൾ ഏതൊക്കെയാണ്, അത് ആരൊക്കെ നടത്തി, എത്ര തുക പോയി എന്നുള്ളത് പരിശോധിക്കാനും ഒരു പരിധി നിശ്ചയിക്കുകയാണ്. പരമാവധി 3 തവണ മാത്രമായിരിക്കും, 1.5 മിനിറ്റിൽ 3 തവണ മാത്രമായിരിക്കും ഇനി ഇതിന് അവസരം ഉണ്ടാവുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1.5 മിനിറ്റിൽ 3 തവണ മാത്രമായിരിക്കും ഇനി പരിശോധിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ പണം സ്വീകരിക്കുന്ന ആളുടെ പേരും വ്യാജ ഇടപാടുകൾ തടയാൻ ഉപയോക്താവിന്റെ പേരും UPI സംവിധാനത്തിൽ ഇനി മുതൽ കാണിക്കും. ഇതിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ മുഴുവൻ പേരും കാണിക്കാറില്ല, ചിലത് സ്റ്റാർ ആണ് കാണാറുള്ളത്. അപ്പോൾ മുഴുവൻ പേരും നമുക്ക് കാണാൻ കഴിയാറില്ല. ഇനി പക്ഷെ അങ്ങനെയല്ല, വ്യാജ ഇടപാടുകളൊക്കെ തടയാൻ വേണ്ടി കൃത്യമായ പേര് നമുക്ക് UPI ID അടക്കം കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്, ശ്രദ്ധിക്കണം.